നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേതന കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം. ഖാദി തൊഴിലാളികളുടെ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. CPIM ആഹ്വാനം ചെയ്ത ശുചിത്വ കേരളം പദ്ധതിക്കായി വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണത്തിന് തുടക്കമായി. ആദിവാസികൾക്കുള്ള ഭൂമി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ദളിത് മഹാസഭാ നേതാവ് PK രാമൻ. രാമമന്ത്രങ്ങളാൽ മുഖരിതമായ മഞ്ഞമ്പൊതിക്കുന്നിൽ വീരമാരുതി മന്ദിരം ഉയരുന്നു. കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ഗ്രാമത്തെ സ്വാശ്രയമാക്കാൻ ഉദയനഗർ വീരപഴശ്ശിയുടെ പ്രവർത്തകർ. സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് യുവാക്കൾ മാതൃകയാവുന്നു. തറവാടുകളിൽ തെയ്യാട്ടക്കാലം. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി തൊഴിലാളികളുടെ മാർച്ച് നടന്നു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. കുടിശ്ശികയായ മിനിമം വേതനവും പ്രൊഡക്ഷൻ ഇൻസെന്റീവും വിതരണം ചെയ്യുക, മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക, ESI പദ്ധതി പ്രാവർത്തികമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. പ്രകടനത്തിന് N ഗംഗാധരൻ, TV കുഞ്ഞിരാമൻ, AV ഗിരീശൻ, കാഞ്ചന വിജയൻ, EN പത്മാവതി, ജാനകി പെരിയാനം തുടങ്ങിയവർ നേതൃത്വമേകി. CPIM സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ശുചീകരണത്തിന് കാഞ്ഞങ്ങാട് നഗരസഭയിലും തുടക്കമായി. നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണം നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണം നടന്നു. CPM ഏരിയ സെക്രട്ടറി M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ കേരളം എന്നുള്ള ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചർച്ച ചെയ്തു. ഇങ്ങനെ ഡിസംബർ 10 എന്ന ഒരു ദിവസം സംസ്ഥാനത്താകെ ശുചിത്വ കേരളം എന്നുള്ള എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തും പുല്ലൂർ പഞ്ചായത്തിലൊക്കെ പാർട്ടി സഹാക്കളൊക്കെ ഇറങ്ങിക്കൊണ്ടു. നഗരമാലിന്യങ്ങൾ CPIM പ്രവർത്തകർ നീക്കം ചെയ്തു. ശുചീകരണത്തിന് DV അമ്പാടി, P നാരായണൻ, KV രാഘവൻ, VV രമേശൻ, അഡ്വക്കേറ്റ് രാജ്മോഹനൻ, V സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM ആഹ്വാനം ചെയ്ത ശുചിത്വ കേരളം പരിപാടിയുടെ ഭാഗമായി ശുചീകരണം നടന്നു. പെരിയ ടൗണിലും പരിസരങ്ങളിലുമാണ് ശുചീകരണം നടത്തിയത്. CPIM-ന്റെ ആഹ്വാനപ്രകാരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പെരിയ ബസാറിൽ ദേശീയപാതയുടെ ഇരുവശത്തെയും കാടുകൾ തീവച്ചു നീക്കം ചെയ്തു. ശുചീകരണ പ്രവർത്തനം CPM ഏരിയ കമ്മിറ്റി അംഗം TV കരിയൻ ഉദ്ഘാടനം ചെയ്തു. ദിനമായ നവംബർ 1 ആരംഭിച്ച് ഇത് അവസാനിപ്പിക്കുകയല്ല, ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസങ്ങളിൽ എന്ന രീതിയിലാണ് പരിപാടി പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി തീരുമാനിച്ചത് ഈ ഉള്ള മാലിന്യം നശിപ്പിക്കൽ മാത്രമല്ല, ഇനി ഒരിക്കലും നമ്മുടെ പ്രദേശത്ത് മാലിന്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഉറവിടം തന്നെ നശിപ്പിക്കുക എന്നാണ്. മാലിന്യത്തിൻ്റെ ഉറവിട നശീകരണമാണ് പാർട്ടിയുടെ മുദ്രാവാക്യം. P കൃഷ്ണൻ അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ M മോഹനൻ, CM ബിജു, P നാരായണി തുടങ്ങിയവർ നേതൃത്വം നൽകി. രാമായണം കഥയോളം പഴക്കമുള്ള മഞ്ഞമ്പൊതി വീരമാരുതി മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. കട്ടിലവെക്കൽ ചടങ്ങ് നടന്നു. മഞ്ഞമ്പൊതി വീരമാരുതി മന്ദിരത്തിന്റെ കട്ടിലവെക്കൽ കർമ്മം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. തന്ത്രി എടമന ഈശ്വരൻ എമ്പ്രാന്തിയുടെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദയാണ് ഭക്തജനങ്ങളുടെയും വീരമാരുതി സേവാ പ്രവർത്തകരുടെയും ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കട്ടിലവെക്കൽ കർമ്മം നിർവഹിച്ചത്. 3 വർഷം മുമ്പ് മഞ്ഞമ്പതിക്കുന്നിൽ അവിചാരിതമായുണ്ടായ അഗ്നിബാധയ്ക്കിടെ കണ്ടുകിട്ടിയ ഹനുമാൻ വിഗ്രഹം ബാലാലയ പ്രതിഷ്ഠ നടത്തി പൂജിച്ചു വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. വീരമാരുതി മന്ദിരത്തിന് നാട്ടിലും വിദേശത്തുമുള്ള ഭക്തജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഉത്തരമലബാറിലെ തന്നെ മുഖ്യ തീർത്ഥാടന കേന്ദ്രമായി മഞ്ഞമ്പതിക്കുന്നിനെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് വീരമാരുതി മന്ദിരത്തിന്റെ പ്രവർത്തകർ.
കുന്നിൻ ചുവട്ടിൽ നിന്ന് അനായാസം മന്ദിരത്തിലേക്ക് എത്താനാവുന്ന 1000-ലേറെ കൽപ്പടികളും പദ്ധതിയുടെ ഭാഗമാണ്. രാമായണകാലത്തോളം ഐതിഹ്യപ്പെരുമയുള്ള മഞ്ഞമ്പതി കുന്നിനെ പാരിസ്ഥിതികമായി സംരക്ഷിക്കാനും 75 വർഷക്കാലമായി രാമനാമം പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദാശ്രമ പരിസരത്തെ ആഞ്ജനേയ സാന്നിധ്യം ഭക്തജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കാനും വീരമാരുതി മന്ദിര പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കട്ടിലവക്കൽ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, രവീന്ദ്രൻ മാവുങ്കാൽ, ദയാനന്ദജി, രാധാകൃഷ്ണൻ നടിക്കോട്, ഗൾഫ് കമ്മിറ്റി ഭാരവാഹികളായ വിജയൻ, സുധാകരൻ കൊള്ളിക്കാട്, രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ആദിവാസികൾക്കുള്ള ഭൂമി പദ്ധതി അട്ടിമറിക്കുന്നതായി ദളിത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PK രാമൻ പറഞ്ഞു. ശക്തമായ സമരം തുടങ്ങുമെന്നും PK രാമൻ പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പ് ആദിവാസികൾക്കുള്ള ഭൂമി പദ്ധതി നടപ്പിലാക്കുന്നതിൽ ട്രൈബൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ദളിത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PK രാമൻ ആരോപിച്ചു. അർഹതപ്പെട്ട പല ഭൂമികളും ആദിവാസികളുടെ പേരും ഊരും കൂട്ടം ലിസ്റ്റിലില്ല. ഇതുമൂലം ഭൂമി വാങ്ങുന്ന പദ്ധതി ആദിവാസികൾക്ക് ഉപയോഗപ്രദമാകുന്നില്ല. ഈ സാമ്പത്തിക വർഷം തന്നെ 5ഓളം പേർക്ക് മാത്രമേ പദ്ധതിയുടെ ഗുണം ലഭിച്ചിട്ടുള്ളൂ. കലക്ടർ ചെയർമാനായ വില നിർണയ കമ്മിറ്റി നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് അപേക്ഷകൾ തള്ളുകയാണ്. പ്രദേശത്തെ 3 ആധാരങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് ആദിവാസി വാങ്ങിക്കുന്ന ഭൂമിയുടെ വില നിശ്ചയിക്കുന്നത്. പലരും ആധാരത്തിൽ വില കുറച്ച് കാണിക്കുന്നു. ഇതുമൂലം ആദിവാസികൾക്ക് ഭൂമി നൽകാൻ തയ്യാറുള്ളവർ പിന്മാറുകയും ചെയ്യുന്നു. പ്രത്യേക ഊരുകൂട്ടം വിളിച്ചു ചേർത്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവുകയുള്ളൂ. 100 കണക്കിന് അപേക്ഷകൾ ഇപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണെന്നും PK രാമൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ലീല ബിനു, K കാർത്തിയായനി, K മാധവി, K ശോഭ, P ബിന്ദു, K സുശീല, വാസന്തി, P ചന്ദ്രിക, P സന്ധ്യ, K ബീന തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഉദയനഗറിലെ വീരപഴശ്ശി പുരുഷ സംഘ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് സ്വാശ്രയ ഗ്രാമം. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തെ മാതൃകയാക്കി ഒരു ഗ്രാമത്തെ സ്വയം പര്യാപ്തതയിലേക്കും സ്വാശ്രയശീലത്തിലേക്കും നയിക്കാൻ പരിശ്രമിക്കുകയാണ് പുല്ലൂർ പെരിയയിലെ ഉദയനഗറിലെ ഒരു സംഘം ചെറുപ്പക്കാർ. ഉദയനഗർ മാടിക്കാലിലെ വീരപഴശ്ശി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളെ സ്വാശ്രയശീലത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്നത്. സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂട്ടായി നിർമ്മിച്ച് വീടുകളിലെത്തിക്കുന്ന ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ജീവിതം പരിഷ്കാരങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞുപോയ പരമ്പരാഗതമായ വസ്തുക്കളെ തിരിച്ചുകൊണ്ടുവരാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. ചിരട്ടക്കൈലുകളെ വീടുകളിലെത്തിക്കാനുള്ള പരിശ്രമവും ഇവർ നടത്തുന്നുണ്ട്. വിപ്ലവം അടുക്കളയിൽ നിന്നാകട്ടെ എന്ന സന്ദേശവുമായി ഇവർ ആദ്യം വീടുകളിലെ ശീലങ്ങളെ മാറ്റിമറിക്കാനാണ് ശ്രമിക്കുന്നത്. വാഷിംഗ് സോപ്പും ബാത്ത് സോപ്പും നിർമ്മിച്ച് വീടുകളിലെത്തിക്കാൻ ഇവരുടെ കൂട്ടത്തിൽ ഒരു സംഘം തന്നെ രംഗത്തുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയിലുണ്ടാക്കുന്ന സോപ്പുകളായതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. വീരപഴശ്ശി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തകനായ മാടിക്കാലിലെ ഉദയന്റെ വീട്ടിൽ വെച്ചാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഫിനോയിലും സോപ്പ് പൊടിയും ഇതോടൊപ്പം നിർമ്മിക്കുന്നുണ്ട്. സമ്പൂർണമായ സ്വാശ്രയ ഗ്രാമത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം പ്രവർത്തകരെന്ന് സംഘം പ്രവർത്തകനായ അശോകൻ പറഞ്ഞു. നമ്മുടെ പരിസര മലിനീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തെപ്പറ്റി ചിന്തിക്കുകയും ഈ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ കഴിയുന്നതും വീടുകളിലെത്തുന്നത് ഒഴിവാക്കാം എന്നുള്ള ഒരു ചിന്തയിൽ കൂടി ഞങ്ങൾ പേപ്പർ ബാഗ് ഉണ്ടാക്കി അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ കൈകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും എത്തിച്ചുകൊണ്ട് ആ പേപ്പർ ബാഗ് നാടുകളിൽ നമ്മളെ ഈ പരിസരത്തുള്ള നമ്മുടെ ഈ ഏരിയയിലുള്ള മുഴുവൻ വീടുകളിലും ഞങ്ങൾ സൗജന്യമായി എത്തിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിനെതിരെ ഒരു സന്ധിയില്ലാ സമരം എന്ന രീതിയിൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് കൂടാതെ നമ്മുടെ സ്വാശ്രയ ഗ്രാമ പദ്ധതി പ്രകാരം നമുക്ക് സോപ്പ്, കുളി സോപ്പ്, അലക്ക് സോപ്പ്, ഫിനോയിൽ, അലക്ക് പൊടി എന്നീ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതും ഞങ്ങൾ എല്ലാ വീടുകളിലും സ്വാശ്രയ ഗ്രാമ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും എത്തിച്ചുകൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഇതെല്ലാം വരുന്ന തലമുറയെ കൂടി ഈ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിസര മലിനീകരണം പോലെയുള്ള ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വിപുലമായ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. കൂട്ടായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുമായി ഗ്രാമത്തിലെ വീടുകളിലെത്തി ബോധവൽക്കരണം നടത്താനും ഇവർ തയ്യാറാണ്. ബാത്ത് സോപ്പും വാഷിംഗ് സോപ്പും സോപ്പ് പൗഡറും എല്ലാം അടങ്ങിയ കിറ്റിന് 60 രൂപയാണ് ഈടാക്കുന്നത്. വീടുകളിൽ നല്ല സ്വീകാര്യതയാണ് ഇതിന് ലഭിക്കുന്നത്. ഗ്രാമത്തിൽ തെങ്ങുകയറ്റക്കാരില്ലാതെ വന്നപ്പോൾ തെങ്ങുകയറ്റ യന്ത്രം വാങ്ങി ഗ്രാമക്കാർക്ക് സഹായമായി എത്താനും ഇവർ തയ്യാറായി. തെങ്ങുകയറ്റത്തിനായി പ്രത്യേകം സന്നദ്ധരായ യുവാക്കളും സംഘത്തിലുണ്ട്. നാടിന് തന്നെ ഭീഷണിയായി മാറിയ പ്ലാസ്റ്റിക്കിനെതിരെയും കൃത്യമായ നിലപാടും പ്രവർത്തനങ്ങളുമായി ഇവർ സജീവമാണ്. പാഴായിപ്പോകുന്ന പത്രക്കടലാസുകൾ ഉപയോഗിച്ച് കടലാസ് സഞ്ചികൾ ഉണ്ടാക്കി വിതരണം ചെയ്യുകയാണ് ഇവർ. 3 കിലോഗ്രാം വരെയുള്ള സാധനങ്ങൾ കടലാസ് സഞ്ചികൾ ഉൾക്കൊള്ളിക്കാനാവുന്നുണ്ട്. വ്യക്തമായ ലക്ഷ്യബോധത്തോടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും ഒരു നാടിന് നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് വീരപഴശ്ശിയുടെ പ്രവർത്തകർ. നമ്മുടെ ഭരണാധികാരികൾ ഇത്തരം കാഴ്ചകളോട് മുഖം തിരിക്കരുത്.
വികസന രാഷ്ട്രീയത്തിന്റെ അജണ്ടകളിലേക്ക് സ്വാശ്രയശീലങ്ങൾ കൂടി എത്തുന്നതോടെ വലിയ മാറ്റങ്ങൾക്കാവും നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്. നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരദേശാഭിമാനിയുടെ പേരിൽ രൂപം കൊണ്ട പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു നാടിനെ സ്വാശ്രയശീലത്തിലേക്ക് നയിക്കുകയാണ്. ക്യാമറമാൻ സുൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ. ബേക്കൽ ഉപജില്ലാ കലോത്സവം സംസ്കൃതോത്സവത്തിൽ GUPS പുതിയ കണ്ടം ചാമ്പ്യന്മാർ. മാവുങ്കാലിൽ ആഹ്ലാദ പ്രകടനം നടന്നു. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ പുതിയ കണ്ടം GUP സ്കൂളിലെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി. മാവുങ്കാൽ ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. 90-ൽ 90 പോയിന്റും നേടിയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. ആഹ്ലാദ പ്രകടനത്തിന് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി, വാർഡംഗം ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് മധു, ഹെഡ്മാസ്റ്റർ വിജയൻ തുടങ്ങിയവർ നേതൃത്വമേകി. സംസ്കൃതാധ്യാപികയ്ക്ക് ഉപഹാരവും നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈവറ്റ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജനകീയ ആരോഗ്യ സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള ജാഥ ലീഡർ S വിജയൻ പിള്ളയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടക്കുന്ന വിദേശ കുത്തകകളുടെ കടന്നുകയറ്റത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസിലെ സംഘടന സ്ഥാപനങ്ങളും മറ്റു ചില പ്രവർത്തകരും. ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തകകൾ മരുന്ന് വില നിയന്ത്രിക്കുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥാവിശേഷമാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുജന ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുക, കുത്തകകളെ തുരത്തുക, പാരാമെഡിക്കൽ കൗൺസിലിംഗ് ബില്ല് നിയമമാക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് ഉപേക്ഷിക്കുക, മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ പര്യടനം നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് T ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ലാബ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രമേശ് ഭട്ട്, K ബാബു, ഷെരീഫ് പാലോളി, K ഷാജു, PC കിഷോർ, T കണ്ണൻ, Y ദേവിദാസ്, K രാജേഷ്, രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം ഈ മാസം 16-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ യാത്ര സമാപിക്കും. കീഴൂർ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13-ന് സാർവജനിക മഹാശനീശ്വര ഹോമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്ര പരിസരത്ത് ഏകദേശം 5000-ഓളം ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മഹാശനീശ്വര ഹോമത്തിന് രാവിലെ 6:30-ന് നടക്കുന്ന സമൂഹ പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കും. തുടർന്ന് ഗണപതി ഹോമം നടക്കും. 7:30-ന് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കയർത്തായ ദീപപ്രോജ്വലനം നിർവഹിക്കും. 8 മണി മുതൽ ഹോമസങ്കല്പം, ശ്രീ ധർമ്മശാസ്ത്ര പൂജ, സഹസ്രനാമാർച്ചന, നവഗ്രഹ ശാന്തി ഹോമം തുടങ്ങിയ വൈദിക താന്ത്രിക കർമ്മങ്ങൾ നടക്കും. കൊപ്പൽ ചന്ദ്രശേഖരൻ ശനീശ്വര മഹാത്മ കഥാപ്രവചനം നടത്തും. 11 മണി മുതൽ പൂർണ്ണഹൂതി, മഹാപൂജ എന്നിവയ്ക്ക് ശേഷം പ്രസാദ വിതരണത്തോടെ ഹോമം സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ തന്നെ ശനീശ്വര പൂജ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. സാർവജനിക രീതിയിൽ ഇതുവരെ നമ്മുടെ നാട്ടിൽ ശനീശ്വര ഹോമം ഒരു വലിയ രീതിയിൽ നടന്നിട്ടേ ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 5000-ഓളം ആൾക്കാർ ഇത് സംബന്ധിക്കും നമ്മൾ വിചാരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹോമം നടത്താനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ ഒരു 6:30 തന്നെ സമൂഹ പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിക്കും. പിന്നീട് ഒരു ഗണപതി ഹോമമുണ്ട്. പിന്നെ തൃക്കണ്ണാട് ക്ഷേത്ര മേൽശാന്തി നവീൻ ചന്ദ്ര കയർത്തായ ദീപപ്രോജ്വലനം നടത്തുന്നതോട് കൂടിയിട്ട് പരിപാടിയൊക്കെ ആരംഭിക്കും. പിന്നെ ശനി ശാന്തി ഹോമ സങ്കല്പമാണ്. കൊപ്പൽ ചന്ദ്രശേഖരൻ മാസ്റ്റർ, പ്രഭാകരൻ നമ്പ്യാർ, ഗംഗാധരം പള്ളം, KV ബാലകൃഷ്ണൻ, R സുരേഷ് ബാബു, SM സുനിൽകുമാർ, ജ്യോതി കുഞ്ഞിരാമൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സുരേന്ദ്രൻ നീലേശ്വരം അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപനം നടത്തിയത്.
പ്രശസ്ത മാധ്യമപ്രവർത്തകൻ സുരേന്ദ്രൻ നീലേശ്വരത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മാധ്യമ അവാർഡിന് നാരായണൻ ഖാവുംബായിയെയും മാധ്യമ ഫോട്ടോഗ്രാഫർ ശെൽവരാജ് കയ്യൂരിന്റെ പേരിൽ ഏർപ്പെടുത്തിയ മാധ്യമ ഫോട്ടോഗ്രാഫി അവാർഡിന് ബി മുരളീകൃഷ്ണനെയുമാണ് തെരഞ്ഞെടുത്തത്. ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റിലെ ചീഫ് സബ് എഡിറ്ററാണ് നാരായണൻ ഖാവുംബായി. മാതൃഭൂമി കൊച്ചി യൂണിറ്റിലെ ചീഫ് ഫോട്ടോഗ്രാഫറാണ് മുരളീകൃഷ്ണൻ. സുരേന്ദ്രൻ നീലേശ്വരൻ സ്മാരക സമിതിയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 22 തിങ്കളാഴ്ച ഡിസംബർ 22 തിങ്കളാഴ്ച നീലേശ്വരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വൈകുന്നേരം 4 മണിക്ക് അവാർഡുകൾ വിതരണം ചെയ്യും. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. ശ്രീ മാങ്ങാട് രത്നാകരനും ആ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, ജനറൽ സെക്രട്ടറി PV ജയകുമാർ, സേതു ബംഗളം തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം കടവിന് നടപ്പാലം തീർത്ത് യാത്രാക്ലേശം കുറിച്ചിരിക്കുകയാണ് പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്കാരും നാട്ടുകാരും. ഇവിടെ ഗതാഗത യോഗ്യമായ പാലത്തിനായി വർഷങ്ങളായി നാട്ടുകാർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെയും കുണ്ട്യത്തിന്റെയും ഇരുകരയിലുമുള്ള നാട്ടുകാർ ഒരു പാലത്തിനു വേണ്ടി വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇന്നും തുടരുകയാണ്. ചന്ദ്രബാനു കമ്മീഷൻ റിപ്പോർട്ടിൽ ഗതാഗത യോഗ്യമായ പാലം ആവശ്യമാണെന്ന പരാമർശമുണ്ടെങ്കിലും അത് ഇതുവരെയും നടപ്പിലായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം കമ്മിറ്റിക്കാരും നാട്ടുകാരും തേജസ്വിനി പുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിച്ചത്. പൂർണ്ണമായും മരത്തടികളും മരപ്പലകകളും ഉപയോഗിച്ച് ഏകദേശം 100 മീറ്ററിലധികം ദൂരമുള്ള നടപ്പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾക്കും 100-ലധികം സ്കൂൾ കുട്ടികളും ഉൾപ്പെടുന്ന ഏറെ പേർക്ക് ഉപകാരപ്രദമാകുന്ന ഈ നടപ്പാലം പക്ഷേ അടുത്ത മഴക്കാലം വരെ നിലനിൽക്കുകയുള്ളൂ. വീണ്ടും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഒരു നടപ്പാലം നിർമ്മിക്കാൻ കഴിയൂ. ഈ ദുരവസ്ഥ കണ്ട് അധികൃതർ കനിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇരുകരയിലുമുള്ള നാട്ടുകാർ. പുല്ലൂർ കേളോത്ത് വീട് തറവാട് കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ സമാപനം. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. പുല്ലൂർ കേളോത്ത് വീട് തറവാട് കളിയാട്ടത്തിന്റെ ഭാഗമായി അന്തിയണങ്ങും ഭൂതം, കാർന്നോൻ തെയ്യം, പൊട്ടൻ തെയ്യം, അടുക്കത്ത് ചാമുണ്ടി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടി. ബുധനാഴ്ച മുളവന്നൂർ ഭഗവതിയും അരങ്ങിലെത്തി. ഗുളികൻ തെയ്യവും കെട്ടിയാടി. അന്നദാനവും നടന്നു. പടിഞ്ഞാറേക്കര അദിയാൽ തറവാട് കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പടിഞ്ഞാറേക്കര അദിയാൽ തറവാട്ടിൽ കളിയാട്ടം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പന്നിക്കുളത്ത് ചാമുണ്ടി ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. അന്നദാനവും നടന്നു. വ്യാഴാഴ്ച പ്രാർത്ഥനാ കളിയാട്ടം നടക്കും. തെക്കേ വെള്ളിക്കോത്ത് ചെരക്കര തറവാട് കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ സമാപനം. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. 2 ദിവസങ്ങളിലായി നടന്ന തെക്കേ വെള്ളിക്കോത്തെ ചെരക്കര തറവാട് കളിയാട്ടത്തിന് സമാപനം. വിഷ്ണുമൂർത്തി, പൊട്ടൻ ദൈവം, കാര്യചാമുണ്ടി, അണങ്ങമ്മ, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. തെക്കേ വെള്ളിക്കോത്ത് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തു നിന്നും തെയ്യം വരവും നടന്നു. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേതന കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം. ഖാദി തൊഴിലാളികളുടെ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. CPIM ആഹ്വാനം ചെയ്ത ശുചിത്വ കേരളം പദ്ധതിക്കായി വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണത്തിന് തുടക്കമായി. ആദിവാസികൾക്കുള്ള ഭൂമി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ദളിത് മഹാസഭാ നേതാവ് PK രാമൻ. രാമമന്ത്രങ്ങളാൽ മുഖരിതമായ മഞ്ഞമ്പൊതിക്കുന്നിൽ വീരമാരുതി മന്ദിരം ഉയരുന്നു. കട്ടിലബക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു.
ഗ്രാമത്തെ സ്വാശ്രയമാക്കാൻ ഉദയനഗർ വീരപഴശ്ശിയുടെ പ്രവർത്തകർ സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് യുവാക്കൾ മാതൃകയാവുന്നു. തറവാടുകളിൽ തെയ്യാട്ടക്കാലം, വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.